മലയാള സിനിമാ പ്രേക്ഷകരും അതുപോലെ തന്നെ ലോക സിനിമാ പ്രേക്ഷകരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ എമ്പുരാൻ. മാർച്ച് 27-നാണ് ഈ ഒരു ചിത്രം തിയേറ്ററുകൾക്ക് എത്തുന്നത്. വമ്പൻ പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ മലയാള സിനിമ ആരാധകരും അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകരും ഈ ഒരു ചിത്രത്തെ കാത്തിരിക്കുന്നത്. കാത്തിരിക്കാൻ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ചിത്രത്തിനുണ്ട്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത പൃഥ്വിരാജ് സുകുമാരൻ എന്ന നായകനും അതുപോലെ തന്നെ ഇതിന്റെ സംവിധായകനുമാണ്. നമ്മളെല്ലാവരും ലൂസിഫർ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ എത്രത്തോളം അതിൽ ഓരോ ഫ്രെയിമുകളും എത്രത്തോളം മനോഹരമാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും മാർച്ച് 27-ന് എമ്പുരാൻ റിലീസ് ആവുകയാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫർ നാളെ തിയേറ്ററുകൾക്ക് എത്തുകയാണ്. മാർച്ച് 20 നാളെയാണ് ഇതിന്റെ റീ റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിന് 30 കോടിയോളം മുതൽ മുടക്കിലായിരുന്നു ഈ ലൂസിഫർ എന്ന ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. അന്ന് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു മുതൽ മുടക്കിൽ ഇറങ്ങിയ ചിത്രം കൂടിയായിരുന്നു ലൂസിഫർ. വലിയ പ്രതീക്ഷകളോട് അല്ലാതെ തിയേറ്ററുകൾ എത്തിയവർക്കും അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് വന്നവർക്കും വമ്പൻ പ്രതീക്ഷകളോട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടൈലന്റ് എല്ലാവരും ഞെട്ടിച്ച് തന്നെയാണ് നിർത്തിയത്. അങ്ങനെ ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ ഇതാ എമ്പുരാനും റിലീസിനോട് അടുക്കുകയാണ്. ഇനി ഏകദേശം 8 ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടിയുള്ളത്. ഇതുവരെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങുന്നതോടുകൂടി ഈ ഒരു എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഹൈപ്പ് കൊടുമുടി എത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ എല്ലാം അല്ലെങ്കിൽ അദ്ദേഹം കേട്ട പരിഹാസങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ തൻ്റെ മുൻകാല ചിത്രങ്ങളിൽ നിന്നും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു ഒറ്റ ചിത്രത്തിലൂടെ തന്നെ മാറ്റി എഴുതും എന്ന് തന്നെയാണ് ആരാധകരും വിശ്വസിക്കുന്നത്. ഏകദേശം 300-ൽ അധികം ഫാൻ ഷോകളാണ് ഇപ്പോൾ തന്നെ എമ്പുരാൻ എന്ന ചിത്രത്തിന് ബുക്കായിട്ടുള്ളത്. ഏകദേശം ലിയോയുടെ ഫസ്റ്റ് കളക്ഷനായ 16 കോടി അല്ലെങ്കിൽ 15 കോടിയാണ് ലിയോ ആദ്യ ദിന കളക്ഷൻ ലഭിക്കുന്നത്. ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്യും, എമ്പുരാൻ ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണ് മോഹൻലാൽ ആരാധകരും അതുപോലെ തന്നെ ഓരോ സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുന്നതും ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കാത്തിരിപ്പിനാണ്. ലിയോയെ പൊട്ടിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഉയരുന്ന ഒരു കാര്യം. ഏകദേശം നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം, ഗോകുലം ഗോപാലൻ അതുപോലെ തന്നെ ലൈക്ക, ആശീർവാദ്, ഈ വമ്പൻ ഈ ഹൗസുകളാണ് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. കൂടാതെ ഹൊബാലെ ഫിലിംസ് ആണ് കർണാടകയിൽ, അതുപോലെ തന്നെ SVC ആണ് തെലുങ്ക്, അങ്ങനെ പല ഭാഷകളിലും 5 ഭാഷകളിലാണ് ഈ ഒരു ചിത്രം എത്തുന്നത്. പലയിടത്തും ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ വമ്പൻ ചിത്രങ്ങൾ അല്ലെങ്കിൽ വമ്പൻ കമ്പനികളാണ് ഈ ഒരു ചിത്രം എത്തിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകൾ, അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്തായാലും നമ്മളും അതുപോലെ തന്നെ ആവേശത്തിലാണ് ഈ ഒരു ചിത്രത്തെ വരവേൽക്കാൻ, അല്ലെങ്കിൽ എന്ത് സർപ്രൈസുകളാണ് ഈ ഒരു ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി. കാരണം ഒരുപാട് റൂമറുകളുണ്ട്, മമ്മൂട്ടി ഗസ്റ്റ് റോളിലുണ്ടോ അല്ലെങ്കിൽ മറ്റ് ഹോളിവുഡ് താരങ്ങൾ ഇനിയും റിവീൽ ചെയ്യാത്ത ഒരുപാട് ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇനിയും ഉണ്ടെന്നാണ് നമുക്ക് അണിയറ പ്രവർത്തകരിൽ നിന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വമ്പൻ സർപ്രൈസുകളാണ് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കും അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പ്രതീക്ഷകൾ കൂട്ടിക്കൊണ്ടാണ് നാളെ ലൂസിഫർ റീ റിലീസ് ആവുന്നത്. നമുക്കും കാത്തിരിക്കാം തിയേറ്ററുകളിൽ എമ്പുരാൻ മാജിക് തീർക്കുമോ ഇല്ലയോ എന്നറിയാം.